ഹായ് ഓൾ, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള 20 മാർക്ക് മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൂടി കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം ചാനൽ കാണാനായിട്ട്. ഓക്കെ, വീഡിയോസ് കാണാനായിട്ട്. ഒന്നാമത്തെ ചോദ്യം, ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരാർദ്ധഗോളത്തില് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഏത് ഭാഗത്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പരസ്നാഥ് ആണ്. പരസ്നാഥ്. നെക്സ്റ്റ്, തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? ആൻസർ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആൻസർ ഓപ്ഷൻ എ ആണ്, പടിഞ്ഞാറൻ തീരപ്രദേശമാണ്. പല ആൾക്കാരും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണേ, പക്ഷേ ഇങ്ങനൊന്നും PSC ചോദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ഓപ്ഷൻ എഴുതും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശം പടിഞ്ഞാറൻ തീരപ്രദേശമാണ്. അടുത്തത്, സമുദ്രത്തിന്റെ സാന്നിധ്യം നിമിത്തം തീരപ്രദേശങ്ങളിൽ വ്യാപകമായി പെയ്യുന്ന മഴയാണ്. ഏതാണ്? സമുദ്രത്തിന്റെ സാന്നിധ്യം നിമിത്തം തീരപ്രദേശങ്ങളിൽ വ്യാപകമായി പെയ്യുന്ന മഴയാണ്. ഓപ്ഷൻ ഡി ആണ്. തീരപ്രദേശത്ത് പെയ്യുന്നത് തീരദേശ വൃഷ്ടിയാണ്. തീരദേശ വൃഷ്ടി. അടുത്തത്, ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏത്? ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മനാസ് ആണ്. മനാസ്. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താവായ സംസ്ഥാനം ഏത്? ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താവായ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രാജസ്ഥാൻ ആണ്. ഒരു ഭാഗത്ത് ഹിമാലയ പർവ്വതവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം. ഒരു ഭാഗത്ത് ഹിമാലയ പർവ്വതം, മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിന്റെ ഒരു ഭാഗത്ത് ഹിമാലയ പർവ്വതവും മറുഭാഗത്ത് സമുദ്രവുമാണ്. ഇങ്ങനെയുള്ള ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് പശ്ചിമ ബംഗാളാണ്. വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏത്? വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദി. ആൻസർ ഓപ്ഷൻ സി ആണ്, നർമ്മദ നദിയാണ്. നർമ്മദ നദി. വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് എന്നാണ്? വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് ഓപ്ഷൻ സി ആണ്, 1981 വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത്. താഴെ പറയുന്നവയിൽ ചെമ്മണ്ണിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? തന്നിട്ടുള്ളതിൽ ഏതാണ് ചെമ്മണ്ണിനെ പറ്റിയിട്ടുള്ള പ്രസ്താവന? ഒന്നാമത്തെ പ്രസ്താവന, ഉഷ്ണമേഖലാ മഴയുടെ ഫലത്താൽ തീവ്രമായ ഒഴുക്കിലൂടെ രൂപപ്പെടുന്ന മണ്ണിനമാണ് ഏത്? ഈ ചെമ്മണ്ണ്. അടുത്തത്, ജൈവ വസ്തുക്കളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമാണ്. അടുത്തത്, കായാന്തരിത ശിലകളും പരൽ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനമാണ്. നൈട്രജന്റെയും ഫോസ്ഫറിന്റെയും സാന്നിധ്യം കുറഞ്ഞ മണ്ണാണ്. ഇതിനകത്ത് ചെമ്മണ്ണിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഏതാണ്? 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. സോറി, ഇവിടെ 4 എന്നാണ് ഈ ഓപ്ഷൻ. 2ഉം 3ഉം ആണ്, 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. 2ഉം 4ഉം ആണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 4 എന്ന് എഴുതുന്നത് റോമൻ ലെറ്റർ മുകളിലോട്ടാണ്, അത് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നൈട്രജന്റെയും ഫോസ്ഫറിന്റെയും സാന്നിധ്യം കുറഞ്ഞ മണ്ണാണ് ചെമ്മണ്ണ്. പിന്നെ മൂന്നാമത്തത് എന്താണ്? കായാന്തരിത ശിലകളും പരൽ രൂപ ശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. അപ്പം 3ഉം 4ഉം ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിൽ വൻതോതിൽ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം ഏത്? കേരളത്തിൽ വൻതോതിൽ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? ചേർത്തലയാണ്. ചേർത്തലയിലാണ്
സിലിക്ക നിക്ഷേപം കൂടുതൽ. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്തിന്റെയാണ്? ശെന്തുരുണിയുടേതാണ്. ശെന്തുരുണിയുടെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തന്നിട്ടുള്ളതില് പാതിരാമണൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ ജില്ലയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കൂ എന്നുള്ളത്. ഏതാണ് ഇതിനകത്ത് തന്നിട്ടുള്ള തെറ്റായ പ്രസ്താവന എന്ന് ഇപ്പൊ പറയണം. അത് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് തെറ്റായ അല്ലെങ്കിൽ അതിന്റെ ശരിയായ ഉത്തരം ഏതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ അതാണെന്ന് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇടുക്കി പവർ സ്റ്റേഷനിലെ സ്ഥാപക ശേഷി 760 മെഗാവാട്ട് ആണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ പിന്നെ എത്രയാണ് സ്ഥാപക ശേഷി? അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1969 ഏപ്രിൽ 30-നാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് തെന്മല ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അടുത്തത്, ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി? നീണ്ടകര അഴി ഏത് കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്നിടത്ത്? അപ്പൊ അഴി എന്നാൽ എന്താണ്? കടലും കായലും കൂടെ യോജിക്കുന്ന ഭാഗമാണ് അഴി എന്നറിയപ്പെടുന്നത്. അപ്പൊ അറബിക്കടലും ഏതും അഷ്ടമുടിക്കായലും കൂടി ഒരുമിക്കുന്നതാണ് നീണ്ടകര അഴി. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് കാറ്റുമൂലമാണ്? കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് കാറ്റുമൂലം? ഏത് കാറ്റുമൂലമാണ്? ഓപ്ഷൻ ബി ആണ്, തെക്കു പടിഞ്ഞാറൻ കാറ്റുമൂലമാണ് കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ ഏതെല്ലാം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പശ്ചിമഘട്ട പർവ്വത നിരയാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്ന് തെറ്റായത് കണ്ടെത്തുക. വീണ്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വന്നു. ഉള്ളൂർ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ജഗതി. പുന്നപ്ര വയലാർ സ്മാരകം കളവൻകോട്. ദെൻ അപ്പൻ തമ്പുരാൻ സ്മാരകം ഇരിങ്ങാലക്കുട. സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചെറായി. ഇതിനകത്ത് തെറ്റായിട്ടുള്ളതാണ് കണ്ടെത്താനുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അപ്പൻ തമ്പുരാൻ സ്മാരകം ഇരിങ്ങാലക്കുട. അപ്പൊ അപ്പൻ തമ്പുരാൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, തെക്ക് പടിഞ്ഞാറൻ ദിക്കിൽ നിന്ന് വരുന്ന കാലവർഷത്തെ മൺസൂൺ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് വരുന്ന കാലവർഷത്തെ മൺസൂൺ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണിത്. മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ ഉണ്ടായതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അറബികളാണ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. ഏതാണ് തെറ്റായിട്ടുള്ളത്? ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊളത്തൂപ്പുഴയിലാണ്. ഏറ്റവും വലിയ റിസർവ് വനം റാന്നിയിലാണ്. ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടിയിലാണ്. അപ്പൊ തന്നിട്ടുള്ളതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊളത്തൂപ്പുഴയല്ല. പിന്നെ എവിടെയാണ്? ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, PSC സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ 3 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. 3ന്റെയും അറിയാന്നുള്ളവന്റെ കമന്റ് ചെയ്യുക. ഞാൻ കമന്റിൽ അത് പിൻ ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഉത്തരം നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്. ഇനി കൂടുതൽ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് PSC ബേസിക്സ് എന്നാണ് ആപ്പിന്റെ പേര്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 10-ലധികം മോഡൽ എക്സാംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, CA മോക്ക് ടെസ്റ്റുകൾ, പിന്നെ SCRT ബേസ് ചെയ്തിട്ടുള്ള എക്സാംസുകൾ നിങ്ങൾക്ക് കാണണമെങ്കിലും നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് കാണാനും പറ്റും. 100 രൂപയാണ് ഇതിന്റെ ഫീസ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് എക്സാംസ് എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.